നരഭോജി കടുവയെ പിടികൂടാത്തതിൽ ഇന്നിതാ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പക്മാർക്കുകൾ നോക്കും, അതെല്ലാം വീക്ഷിച്ച് അതിനെവിടെയാണ് അത് നിൽക്കുന്നതെന്നുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ മയക്കുവെടിയോ അല്ലെങ്കിൽ ഏതാണ് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള നടപടികൾ ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു പ്രധാനമായിട്ടുള്ള ദൗത്യം നോക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഡ്രോൺ സർവൈലൻസും പിന്നെ ഒരു തെർമൽ ക്യാമറ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള ദിനേശ് IT സൊല്യൂഷൻ്റെ കുറച്ച് വിദഗ്ധരും എത്തിയിട്ടുണ്ട്. നമ്മൾ മരങ്ങളുണ്ടെങ്കിൽ പോലും ഒരു 500 മീറ്റർ ദൂരെയുള്ള ടൈഗർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടാണ് അവർ എറണാകുളത്തു നിന്ന് അവരെത്തിയിട്ടുണ്ട്. പിന്നെ കുങ്കിയാനകൾ എത്തിയിട്ട് നമ്മളുടെ മാനന്തവാടിയിൽ നിർത്തിയിട്ടുണ്ട്. 2 കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. ആ കുങ്കിയാനകൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മൾ ഒരുമാതിരി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള 20 മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ റെഗുലർ പെട്രോളിംഗ് സംവിധാനം ഉണ്ടാവും. ഇന്നിവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിന് പുറത്താണ് കേട്ടോ. നോർത്ത് DFOയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. വയനാട്ടിൽ നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡ്രോണും ക്യാമറ നിരീക്ഷണം അടക്കമുള്ളവ നടത്തി അവിടെ കടുവയെ ആദ്യം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം.